ഇതാണ് ദയാഹയ. ആ പേരിലെ ഓർമ്മ പോലെ തന്നെ രണ്ടുപേരും ഒരേ സ്കൂളിൽ ഒരേ കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടുപേർക്കും ഒരേപോലെ 4 ഐറ്റം വെച്ചുമാണ് മത്സരിക്കാനുള്ളത്. ഇവർ രണ്ടുപേരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസിന് സമയത്ത് എത്ര വഴക്ക് പറഞ്ഞാലും എത്ര അടിച്ചാലും ഒരു നാളവും ഇല്ല. പിന്നെ വന്ന് ചേച്ചി അല്ലെങ്കിൽ മിസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പുറകെ വരും. അതേ നമ്മൾ ഈ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ എന്തിനാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർക്ക് അതൊരു വിഷയമല്ലാത്തത്. എന്നാൽ പിറ്റേ ദിവസം നമ്മൾ ചോദിക്കും, നമ്മൾ ഇന്നലെ അടിച്ചത് നന്നായി വന്ന് കളിച്ച് കഴിഞ്ഞ് നിൽക്കും. ഒന്നുമില്ല, പിറ്റേ ദിവസം അതുപോലെ തന്നെ കളിക്കും. എന്നിട്ട് നമ്മളിവർ സ്റ്റേജിൽ കയറി കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇവർക്ക് കളിക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ ഇതൊന്നും നേരത്തെ വീട്ടിൽ കളിച്ച് കാണിച്ചിരുന്നെങ്കിൽ എത്ര അടി കുറഞ്ഞ് കിട്ടിയാലും നമ്മളങ്ങനെ ചിന്തിച്ചു പോകും. ഇവർ ഇത്ര ഐറ്റം ചെയ്യാൻ വേണ്ടി ഇവർക്ക് കട്ട സപ്പോർട്ട് ആയിരുന്നു ഇവരുടെ അച്ഛനും അമ്മയാണ്. അവരെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സപ്പോർട്ടാണ്. നിങ്ങൾ എന്ത് എത്ര ഐറ്റം വേണമെങ്കിലും ചെയ്തു, എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു സപ്പോർട്ട് തന്നെ മതി അവർക്ക് നന്നായി ചെയ്യാൻ. ഇവർ രണ്ടുപേരുടെ മത്സരമാണെങ്കിൽ തമാശ പോലെ അമ്മ പറയുന്നത് നമ്മൾ മൂന്നുപേരും തമ്മിലുള്ള മത്സരമാണ്. ഭരതനാട്യത്തിനാണെങ്കിൽ ആദ്യം അമ്മയും തമ്മിലുള്ള മത്സരമായിരുന്നു. അതുപോലെ ഫോക്ക് ഡാൻസിനാണെങ്കിൽ ഞാനും അതും തമ്മിലുള്ളതായിരുന്നു. അങ്ങനെ മോഹിനിയാട്ടത്തിന് രണ്ടും അത് തന്നെ പഠിപ്പിച്ച്, പിന്നെ കുച്ചിപ്പുഴി ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ അപ്പോൾ നമ്മൾ മൂന്നുപേരും തമ്മിലുള്ള മത്സരമായിരുന്നു. പിന്നെ ഇവർക്ക് ആർക്ക് പ്രൈസ് കിട്ടി ഞങ്ങൾക്ക് ഒരുപോലെയുള്ളൂ. കാരണം വെച്ചാൽ രണ്ടും നമ്മുടെ പിള്ളേർ തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും പ്രൈസ് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒരു മത്സരമാകുമ്പോൾ നമുക്കറിയാമല്ലോ, ചിലപ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് കിട്ടും, ഒരാൾക്ക് സെക്കൻഡ് കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് രണ്ടുപേരും 4 ഐറ്റം പ്രൈസ് മേടിച്ചു. ഒരുപാട് സന്തോഷം. രണ്ടുപേരും ഇപ്പോൾ അടുത്ത സഹോദരിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസിലാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ.